Hi, welcome to Lash Class. BA English സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ്രൗപദി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബംഗാളി സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഹാശ്വേതാദേവി എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ബംഗാളിയിൽ എഴുതിയിട്ടുള്ള ഈ സ്റ്റോറിയുടെ ഗീതാ സ്പിവാക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയും അതിലെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. Draupadi is a short story that explores state violence, particularly against tribals and women. ദ്രൗപദി എന്ന സ്റ്റോറിക്കകത്ത് നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് വയലൻസ് അല്ലെങ്കിൽ ഭരണകൂട ഭീകരത എന്നൊരു തീമാണ്. പ്രത്യേകിച്ചും ഗോത്രവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള ഭരണകൂട ഭീകരത എന്നൊരു തീം നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ പവർഫുൾ റീഇമാജിനിങ് ഓഫ് ദ മഹാഭാരതാസ് ദ്രൗപദി, ഇല്ലുസ്ട്രേറ്റിംഗ് ദ ട്രോമ ഫേസ്ഡ് ബൈ വിമൻ ഇൻ എ പാട്രിയാർക്കൽ ആൻഡ് ഒപ്രസീവ് സൊസൈറ്റി. ഇനി ദ്രൗപദി എന്ന പേര് നമുക്ക് പരിചിതമായിരിക്കും. മഹാഭാരതത്തിലെ ദ്രൗപദി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു റീ ഇമാജിനേഷൻ ആയിട്ട് കൂടി നമ്മൾ ഈ സ്റ്റോറിയെ കാണുന്നു. മഹാഭാരതത്തിലെ ദ്രൗപദി നമുക്കറിയാം, അവർക്ക് 5 ഭർത്താക്കന്മാരാണ് ഉണ്ടായിരുന്നത്, പാണ്ഡവന്മാരെന്ന് പറയുന്നവർ. അവർ ഒരു ചൂത് കളിക്കകത്ത് ദ്രൗപദിയെ പണയം വെച്ചിട്ട് ചൂത് കളിക്കുന്ന ഒരു സാഹചര്യവും അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് വസ്ത്രാക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു കഥയൊക്കെ പുരാണത്തിൽ വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്നുള്ളത് പുതിയ കാലഘട്ടത്തിലെ ഒരു ദ്രൗപദിയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതും ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നു. The story begins with 2 police officers reading a lookout notice for Draupadi Mejan, wanted for murder and her connections with Naxalites. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് 2 പോലീസുകാർ ഒരു ലുക്കൗട്ട് നോട്ടീസ് വായിക്കുന്നതാണ്. ദ്രൗപദി മെജൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപാതകത്തിനും അതുപോലെ നക്സലൈറ്റുകളുമായിട്ടുള്ള കണക്ഷൻ്റെയും പേരിൽ ജീവനോടെയോ അല്ലാതെയോ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വാണ്ടഡ് എന്ന് പറയുന്ന ഒരു ലുക്കൗട്ട് നോട്ടീസാണ് ഈ പോലീസുകാർ നോക്കുന്നത്. നക്സലൈറ്റുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, 70കളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സായുധ വിപ്ലവ പ്രസ്ഥാനമാണ് നക്സലൈറ്റുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഗോത്ര വിഭാഗക്കാരും കർഷകരും ആയുധമെടുത്തുകൊണ്ട് അവർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നക്സൽ ബാരി എന്ന് പറയുന്ന ബംഗാളിലെ ഒരു ഗ്രാമത്തിലാണ് ഇത് ഏറ്റവും ശക്തമായിരുന്നതും പൊട്ടിപ്പുറപ്പെടുന്നതും. അതുകൊണ്ടാണ് ആ ഒരു പ്രസ്ഥാനത്തിന് നക്സലൈറ്റുകൾ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ നക്സലൈറ്റുകളുടെ ഭാഗമായിട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ദ്രൗപദി മെജൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ ഈ ലുക്കൗട്ട് നോട്ടീസ് വന്നിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഹൗ എ ട്രൈബൽ വുമൻ എൻഡഡ് അപ്പ് വിത്ത് ദ നെയിം ദ്രൗപദി reflecting their condescending attitude toward indigenous people. ഇനി ഈ ലുക്കൗട്ട് നോട്ടീസ് കണ്ടിട്ട് അവർ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗോത്രവർഗത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ദ്രൗപദി എന്നൊക്കെയുള്ള നല്ല പേര് ലഭിച്ചത് എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. അവർക്കൊക്കെ വളരെ മോശം പേരുകളല്ലേ ഉണ്ടാവുക എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പോലീസുകാർക്ക് അതുപോലെ തന്നെ ഈ ഭരണാധികാരികൾക്ക് ഈ ട്രൈബൽസിനോടുള്ള ഈ ഒരു അവർ മോശക്കാരാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിവിടെ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നു. Draupadi and her husband Dulna Mejan belong to the Santal tribe, which has been subjected to severe oppression and exploitation. ഇനി ദ്രൗപദിയും അവളുടെ ഹസ്ബൻഡ് ദുൽന മെജനും ബംഗാളിലെ സാന്താൾ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിലെ ആളുകളാണ്. അവർ വ്യാപകമായിട്ടുള്ള അടിച്ചമർത്തലുകളും ചൂഷണങ്ങൾക്കുമാണ് വിധേയമായി കൊണ്ടിരുന്നത്. അതായത് ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിന്ന് പോലും വെള്ളമെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അടിച്ചമർത്തലുകളും ചൂഷണങ്ങളുമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇൻ റിട്ടാലിയേഷൻ ദേ മർഡർ സുർജ സാഹു, എ റൂത്ത്ലെസ് ലാൻഡ് ഓണർ ആൻഡ് മണി ലെൻഡർ. അപ്പോൾ ഒരുപാട് ഇത് സഹിച്ചതിന് ശേഷം അവസാനം അവർ പ്രതികരിക്കുകയാണ്. സുർജ സാഹു എന്ന് പേരുള്ള ഒരു ഭൂ ഉടമയും അതുപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ആളുമാണ്. അയാളെ ഇവർ വധിക്കുന്നു. Following the incident, they flee to the Jharkhandi forest and join radical insurgents. ഇനി ആ സംഭവത്തിന് ശേഷം അവർ നാട് വിടുകയും കാട്ടിലേക്ക് പോയി ഒളിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ ഇതുപോലെ വേറെയും നക്സലൈറ്റുകളുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ഇവർ ജോയിൻ ചെയ്യുന്നു.
The police launch a frantic search for them but fail to capture them. പോലീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നു, പക്ഷേ ഇവരെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. Eventually, special forces arrive under the leadership of the notorious Sena Nayak, an expert in counter-insurgency operations. അങ്ങനെ പോലീസുകാർക്ക് ഈ നക്സലൈറ്റുകളെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നക്സലൈറ്റുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഫോഴ്സ് ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ആ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സേനാ നായക് എന്ന പേരുള്ള ഒരാളാണ് ലീഡ് ചെയ്യുന്നത്. അയാൾ ഇത്തരത്തിലുള്ള ഈ കൗണ്ടർ ഇൻസർജൻസി പ്രോഗ്രാമുകളിൽ പേര് കേട്ടിട്ടുള്ള ആളാണ്. അതായത് ഇത്തരം ഗറില്ല യുദ്ധങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് വളരെ പേര് കേട്ടിട്ടുള്ള സേനാ നായക് എന്നുള്ള ഒരാളുടെ ലീഡർഷിപ്പിൽ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം അവിടെ വരുന്നു. Dulna is killed while drinking water in the forest, but the forces falsely report it as an encounter. അങ്ങനെ ഒരുപാട് ഇവർ തെരഞ്ഞതിന് ശേഷം ദുൽന ഒരിക്കൽ ഒരു അരുവിയിൽ വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് ദുൽനയെ ഇവർ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് ഒരു ഏറ്റുമുട്ടലിലാണ് ദുൽന കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടാണ് അവർ സമർപ്പിക്കുന്നത്. ദ നരേറ്റീവ് ഹൈലൈറ്റ്സ് ദ വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ ബൈ സെക്യൂരിറ്റി ഫോഴ്സസ് ഹു ഫ്രീക്വൻ്റ്ലി എൻഗേജ് ഇൻ ടോർച്ചർ ആൻഡ് ഫാബ്രിക്കേറ്റ് റിപ്പോർട്ട്സ് ഓഫ് എൻകൗണ്ടേഴ്സ് വിത്ത് നോ അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിൻ്റെ കാര്യം ഈ സ്റ്റോറിക്കകത്ത് എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളെ അവർ ഒരുപാട് ടോർച്ചർ ചെയ്യുകയും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നു. അവരെ അറസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവർ ടോർച്ചർ ചെയ്യുകയും വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നത് അവർ ഇങ്ങോട്ട് ആക്രമിച്ചത് കാരണം തിരിച്ച് അങ്ങോട്ട് വെടിവെച്ചതാണെന്നുള്ള ഒരു ഫോൾസ് റിപ്പോർട്ടുകളാണ് അവർ കൊടുക്കുന്നത്. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അധികാര ദുർവിനിയോഗം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറിക്കകത്ത് പറയുന്നു. Dobdi is eventually captured when some trusted tribals betray her and inform the authorities. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ദോബ്ദിയെ അവർ പിടിക്കുന്നുണ്ട്. ദോബ്ദിക്ക് വിശ്വാസമുണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവളെ വഞ്ചിച്ചുകൊണ്ട് അവൾ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം അതോറിറ്റീസിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവർ ദോബ്ദിയെ കണ്ടെത്തുകയും ദോബ്ദിയെ പിടികൂടുകയും ചെയ്യുന്നു. At this point, the story begins addressing her as Draupadi, reinforcing the parallel with the mythic ഫിഗർ. അപ്പോൾ ഇതുവരെയും ഈ സ്റ്റോറിക്കകത്ത് ദ്രൗപദി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ്രൗപദി പിടിക്കപ്പെട്ടതിന് ശേഷം ഈ കഥയിൽ അവളെ ദ്രൗപദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭാരതത്തിലെ ദ്രൗപദി എന്ന കഥാപാത്രവുമായിട്ടൊരു പാരലൽ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഷീ ഈസ് ടേക്കൺ ടു എ മിലിറ്ററി ക്യാമ്പ് വെർ ഷീ ഈസ് സബ്ജക്റ്റഡ് ടു ബ്രൂട്ടൽ സെക്ഷൽ വയലൻസ്. അവളെ പിടിച്ച് ഒരു മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യലിന് ശേഷം വളരെ ഭീകരമായിട്ടുള്ള സെക്ഷൽ വയലൻസിന് അവൾ വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നു. സേനാ നായക്, ദ കമാൻഡിംഗ് ഓഫീസർ, ഇൻഡയറക്ട്ലി ഓതറൈസസ് ദി അസോൾട്ട്, ടെല്ലിംഗ് ഹിസ് സബോർഡിനേറ്റ്സ് ടു മേക്ക് ഹെർ ആൻഡ് ഡു ദ നീഡ്ഫുൾ. ഇനി ഇവരുടെ കമാൻഡിംഗ് ഓഫീസറായിട്ടുള്ള സേനാ നായക് തന്നെയാണ് ഇതിനുള്ള അനുവാദം അവിടെയുള്ള മറ്റ് സോൾജിയേഴ്സിന് കൊടുക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവളെ മറ്റ് സോൾജിയേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്താണ് വേണ്ടത് വെച്ചാൽ ചെയ്തോളൂ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. അതിനുശേഷമാണ് ഈ ഭീകരമായിട്ടുള്ള ഈ സെക്ഷൽ അബ്യൂസിന് അവൾ വിധേയമാകുന്നത്. The next morning, as she is about to be transferred to another camp, Dobdi refuses to be subdued. ഇനി അടുത്ത ദിവസം അവളെ മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ അപമാനിതയായി ഇരിക്കാൻ വേണ്ടി അവൾ തയ്യാറാവുന്നില്ല. ഇൻസ്റ്റെഡ് ഷീ സ്ട്രിപ്സ് ഓഫ് ഹർ ക്ലോത്ത്സ് ആൻഡ് വാക്സ് ടുവേർഡ്സ് സേനാ നായക്, ഡെഫിയൻ്റ്ലി ഡിസ്പ്ലേയിങ് ഹർ വോൺസ്. അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് സേനാ നായകന് നേരെ നടന്നെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. She confronts him, asking, "Don't you want to see how they did the needful?" അവൾ സേനാനായകൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളല്ലേ അവരോട് പറഞ്ഞത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവളുടെ ശരീരത്തിലെ മുറിവുകൾ അവിടെ പ്രദർശിപ്പിക്കുന്നത്. Her final act of resistance, standing naked, unashamed and unbroken, turns the intended humiliation into an assertion of power. അപ്പോൾ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദ്രൗപദിയെ പീഡിപ്പിക്കാനും തളർത്തുവാനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ താനല്ല അപമാനിതയാകുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന നിങ്ങളാണ് അപമാനിതനാവുന്നത് എന്നാണ് അവൾ സേനാനായകനോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സേനാനായക് പതറിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭാരതത്തിലെ ദ്രൗപദിയുമായിട്ടുള്ള ഒരു പാരലാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. മഹാഭാരതത്തിൽ അവൾ അപമാനിതയാവുന്ന
വരുന്ന സന്ദർഭത്തിൽ കൃഷ്ണൻ എന്നൊരു ദേവൻ വന്നുകൊണ്ട് അവളെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സ്റ്റോറിക്കകത്ത് ദ്രൗപദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരും കടന്നു വരുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ അവളല്ല അപമാനിതയാകുന്നത്, അതിന് കൂട്ടുനിൽക്കുന്നവരാണ് അപമാനിതയാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അവൾ പ്രതിരോധിക്കുന്നതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.